ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാനൊരു ബിഗ് ബോസിൻ്റെ ചെറിയൊരു റിവ്യൂ പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ ഫാമിലി റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഫാമിലീസ് അതിലേക്ക് എൻ്റർ ആവുന്നു. എനിക്ക് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ജാസ്മിൻ്റെ വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലോക്കിനെ കുറിച്ച് പറയാൻ വേണ്ടി വിളിച്ചതാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ സത്യാവസ്ഥ ഏകദേശം മനസ്സിലായതാണ്. കാരണം ജാസ്മിൻ്റെ വായിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതൊക്കെയാണ്. ഇനിയിപ്പോൾ അവരതിനെ എങ്ങനെ ന്യായീകരിച്ച് മെഴുകിയാലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലായതാണ്. എന്തായാലും വാപ്പ ബ്ലോക്കിനെ കുറിച്ച് പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ കൺഫെഷൻ റൂമിലേക്ക് കൃത്യമായിട്ട് വഴിവെട്ടി കൊടുത്ത ബിഗ് ബോസാണ്. ശ്രീതുവിൻ്റെ അമ്മ വന്ന് ശ്രീതുവിൻ്റെയും അർജുൻ്റെയും കോംബോയെ കുറിച്ച് പറയുമ്പോൾ അത് ഇൻഡയറക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്, ഡയറക്റ്റ് അല്ല. അങ്ങനെ ഒരു കോംബോ വേണ്ട, അല്ലെങ്കിൽ എന്താ പറയുക, ഒറ്റയ്ക്ക് നിന്ന് കളിക്കൂ എന്നൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ആ കൊച്ചിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രീതുവിൻ്റെ അമ്മേനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. കറക്റ്റായിട്ട് അവിടെ ഒരു ബ്ലോക്ക് ഇട്ട് കൊടുക്കുന്നു. എന്തായാലും ബ്ലോക്ക് ബിഗ് ബോസിന് ഒരു വീക്ക്നെസ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും ഡൗട്ടൊന്നും ഉണ്ടാവാൻ യാതൊരു ചാൻസും ഇല്ല. മക്കളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അവലാതിയുള്ള അമ്മമാർ എന്തായാലും അങ്ങനെ ഒരു തെറ്റ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമേജ് വേണ്ട. ബിഗ് ബോസിൽ വന്നത് ആളുകൾ കൂടുതൽ പേര് അറിയാനാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. എന്തായാലും ഒരു നെഗറ്റീവ് ഇമേജ് പുറത്ത് വേണ്ട എന്നുള്ളതുകൊണ്ടായിരിക്കും ആ പാരൻ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ബിഗ് ബോസിനെ സെയിൽ ചെയ്യാൻ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് വേണമെങ്കിൽ ശ്രീതു, അർജുൻ, ഇപ്പം എന്തായാലും ഗബ്രി അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കോംബോ സെയിൽ ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രീതു, അർജുൻ കോംബോ മെല്ലെ ഉയർത്തിക്കൊണ്ടുവരാമെന്ന് ബിഗ് ബോസ് വിചാരിച്ചെടുത്താണ് ശ്രീതുവിൻ്റെ അമ്മ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതും. അത് ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ടില്ല. അവിടെ കൃത്യമായിട്ട് ബിഗ് ബോസിൻ്റെ വക ബ്ലോക്ക് കൊണ്ടു. എന്തായാലും ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകണമെന്നുള്ളത് അറിയാം. അല്ലെങ്കിൽ ശ്രീതു അർജുൻ കോംബോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇവരെ പൈസ കൊടുത്തിട്ട് പ്രേമിക്കാൻ കൊണ്ടുവന്ന പോലെയാണ്. കാരണം അവരിട്ട് പ്രേമിക്കുന്നില്ല. ബിഗ് ബോസ് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഇവരെ ഓരോ കോംബോ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. പുറത്താണെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ PR വർക്കേഴ്സ്, ഒരുപാട് PR വർക്കേഴ്സ് ഏഷ്യാനെറ്റിന് തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ജാസ്മിന് മാത്രമല്ല, ഏഷ്യാനെറ്റിന് ഒരുപാട് PR വർക്കേഴ്സ് ഉണ്ട്. എനിക്കറിയുന്ന കാര്യവുമാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ശ്രീതു അർജുൻ കോംബോ പുറത്ത് ഭയങ്കര ഹിറ്റാക്കിയിട്ടുണ്ട്. റീൽസ് ഇടുന്നു, വീഡിയോസ് ചെയ്യുന്നു. അപ്പോൾ ഇത് അറിയുന്നത് വരെ അവർക്കിടയിൽ അങ്ങനെ ഒരു കോംബോ ഉണ്ട് എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു റസ്മിൻ പുറത്ത് പോയി വന്നിട്ട് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തതിന് ശേഷമാണ് അവർ ആ ഒരു കോംബോ സ്ട്രോങ് ആക്കാൻ തുടങ്ങിയതെന്ന് തോന്നുന്നു. എനിവേ, എന്തെങ്കിലും ആവട്ടെ. എന്തായാലും എല്ലാവരും നല്ല ഇമേജോട് കൂടി തന്നെ പുറത്ത് വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയിപ്പോൾ എല്ലാവരും അടുത്തതായിട്ട് കാത്തിരിക്കുന്നത് ജാസ്മിൻ ജാഫറിൻ്റെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ അവിടേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കും. എന്താണ് അവർ പറയാൻ പോണേന്നൊക്കെ അറിയാനായിട്ട് ഒരു പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. ജാസ്മിൻ്റെ വാപ്പ അതിലേക്ക് കയറുന്നതും ജാസ്മിൻ ഇട്ടിരുന്ന ഗബ്രിയുടെ മാല ഊരി വാങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ഗബ്രിയുടെ ഫോട്ടോ അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇതെല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ്. എന്തായാലും മകളുടെ ഭാവിയെക്കുറിച്ച് അവലാതിയുള്ള പാരൻസ് അത് ചെയ്യും. എനിക്ക് തോന്നുന്നു ഗബ്രി പോയതിന് ശേഷം ജാസ്മിൻ്റെ അവിടുത്തെ പ്ലേ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന്, സെൽഫായിട്ട് നിന്ന് കളിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഗബ്രിയും ജാസ്മിനും ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു കോംബോ മാത്രമായിരുന്നു അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഡ്രാമ ആയിരിക്കാം, ചിലപ്പോൾ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമൊക്കെ ആയിരിക്കാം. അവർ പറഞ്ഞു കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഒരു പ്ലേ ചെയ്യുന്നുണ്ടാവുക. എന്തായാലും ആ ഒരു സമയം ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ടാണ് ജാസ്മിൻ ജാഫർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിന് എന്തായാലും ഒരാളുടെ ഇമേജ് നല്ലതായാലും മോശമായാലും ഒന്നും യാതൊരു കുഴപ്പമില്ല. അവർക്ക് സെയിലാവുന്ന കണ്ടന്റ് അവരെടുത്ത് സെയിലാക്കും, അവരതിൻ്റെ പ്രോഫിറ്റ് വാങ്ങിപ്പോകും എന്നുള്ളതാണ്. ഈ ഒരു ഷോ കഴിയുന്നതോട് കൂടി അവർക്ക് അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്സും കഴിയും. പക്ഷേ ഈ കാണുന്ന കണ്ടസ്റ്റൻസിൻ്റെ യഥാർത്ഥ ക്യാരക്ടറല്ല നമ്മളവിടെ കാണുന്നതെങ്കിൽ അവർ പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ഇമോഷണൽ ഡാമേജ് ചെറുതായിരിക്കില്ല. അവരതൊക്കെ ഇനി സർവൈവ് ചെയ്ത് വരണം. എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനത്തെ ഒരു ഷോ ആളുകളുടെ ഇടയിലേക്ക് നെഗറ്റീവായിട്ട് ആളുകളെ പോർട്രേ ചെയ്യുന്നത് എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ റിയൽ ക്യാരക്ടർ കാണിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇവർ എഡിറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്തിനാന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ എന്തായാലും ഗെയിം മുന്നോട്ട് പോട്ടെ, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.